ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ ഒന്ന് കാല് കഴുകിയപ്പോൾ അവരുടെ പേരിൽ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ആ പ്രവണത ഇല്ലാതാകേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഈ സംസാരിക്കുന്നത് ഒരു സന്യാസിയാണ്, ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. പക്ഷേ ഈ സ്വാമി സച്ചിദാനന്ദരുടെ ഈ ഒരു പ്രസംഗത്തിന് താഴെ ഒരുപാട് സംഖ്യകൾ വന്നിട്ട് പച്ച തെറി വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെച്ച് കേൾപ്പിച്ചു തരാം. ചെറ്റകൾ കാവ്യ വസ്ത്രവും ധരിച്ച് വിഡ്ഢിത്തം മാത്രം പറയുന്നു എന്നാണ് പ്രശാന്ത് പി വി എന്നൊരുത്തർ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾ ചികിത്സിച്ചാൽ രക്ഷപ്പെടും, തുടക്കമാണെന്ന് വേറൊരുത്താണ്. വേറൊരാള് യഥാർത്ഥ ഹിന്ദു സന്യാസി എന്ന് ഒരു ആകാശ് സജി എന്ന് പറയുന്ന ഒരുത്തർ എഴുതിയിട്ടുണ്ട്. ആദ്യം അങ്ങയുടെ ആശ്രമത്തിൽ അന്യജാതിക്കാർക്ക് കൂടി നേതൃത്വത്തിൽ ശിവഗിരി മഠത്തിൽ ഒരു ട്രസ്റ്റിൽ സ്ഥിരം മെമ്പർഷിപ്പ് ഏർപ്പെടുത്തു എന്ന് വേറൊരുത്തർ. തിന്നുന്ന പാത്രത്തിൽ തുപ്പുന്ന ചെറ്റകൾ, അത്രയേ ഉള്ളൂ ശിവഗിരി മഠം എന്ന് ജയപ്രകാശ്. ഈ പറയുന്നവന്മാരൊക്കെ നല്ല അസല് സംഖ്യകളായിരിക്കണം കേട്ടോ. എടാ നാറി, എന്നാൽ അവർ ചന്തി കഴുകിയാൽ നീ ഇത് തന്നെ പറയുമോടാ? ഇവൻ ഏതാ ചതിയൻ സ്വാമി? എടോ, ശബരിമല സ്ത്രീകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, അതിന് യാതൊരു വിലക്കുമില്ല. എന്നാൽ ഹൃദുമതികളായ യുവതികൾ ശബരിമലയിൽ മാത്രം വിലക്കുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് എന്നാൽ തനിക്കറിയില്ല, അയ്യപ്പ ചരിത്രം പഠിക്കണം. ചരിത്രം മറ്റു ധാരാളം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ സ്ത്രീകൾക്ക് പോകാമല്ലോ, തനിക്ക് ആരാ ഈ കാഷായ വസ്ത്രം തന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിന്റെ പൊന്നു സുഹൃത്തുക്കളെ സംഖ്യകളുടെ മേലാണ്. സംഗതി വിഷയം ഇതാണ്, ശബരിമലയ്ക്ക് സ്ത്രീകൾക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ? ഇവന്മാരൊക്കെ പറയുന്ന പോലെ ചെറിയ പെൺകുട്ടികൾക്കും നല്ല 60 കഴിഞ്ഞ ആർത്തവം നിന്ന സ്ത്രീകൾക്കും മാത്രമാണ് ആ ശബരിമലയ്ക്ക് കയറാൻ സാധിക്കുക. ഇവിടെ ഇപ്പൊ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശബരിമലയ്ക്ക് കയറാൻ പറ്റുമോ? ഇനി നമുക്ക് RSSകാരുടെ രീതിയിലേക്ക് പോവാം. ശബരിമലയ്ക്ക് കയറാൻ സ്ത്രീകൾ അനുവദിക്കണം എന്നാണ് RSSന്റെ കൂടി ഒരു അഭിപ്രായം കേട്ടോ. ഇവരാദ്യം സ്ത്രീകളൊക്കെ കയറണം എന്നൊക്കെ അഭിപ്രായപ്പെട്ട ആളുകളാണ് ഈ RSSകാര്. എന്നാൽ കുറച്ച് കോൺഗ്രസ്സുകാർ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭാവിയിൽ BJP കയറാൻ പോകുന്ന ആളുകളാണല്ലോ, അപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ പറയാം, അതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അത്തരം ഈ കോൺഗ്രസ്സുകാരെ നമുക്ക് ഒരു കാരണവശാലും കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ RSSകാരും BJPക്കാരും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെ ശബരിമലയിൽ കയറണം എന്നൊക്കെ മുൻകൂട്ടി ബാധിച്ച ആൾക്കാരാണ്. എന്തായാലും ഈ കേസിന്റെ ഒക്കെ ഭാഗമായിട്ട് കോടതിയും ഒരു മുൻകൂട്ടായിട്ട് അവർ വിധി പറഞ്ഞ സ്ത്രീകൾ അമ്പലത്തിൽ കയറ്റണം എന്ന് തന്നെയാണ്. അത് നടപ്പിൽ വരുത്താനുള്ള അധികാരം മാത്രമേ ഇവിടുത്തെ കേരള ഗവൺമെന്റിനുള്ളൂ. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റാണ് അമ്പലത്തിൽ കയറാനുള്ള എല്ലാ സ്ത്രീകൾ പേരാണെങ്കിൽ അമ്പലത്തിൽ കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രശ്നമായി. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവസാനം പോറ്റി വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പോറ്റി കൊണ്ടുപോയത് ആരെന്നൊക്കെ ഇപ്പൊ ഒരു പുതിയ സംഗതി വന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെ വീഡിയോ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാം. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമോ? അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശം അന്വേഷിച്ചുകൊണ്ട് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ശിവഗിരി മഠത്തെ സംബന്ധിച്ച്, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ശിവഗിരി മഠത്തിന്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതായത് ശബരിമലയിൽ സ്ത്രീകൾ കയറണം, അവിടെ കയറുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത്. നോക്ക്, ഇതൊരു സന്യാസി ശ്രേഷ്ഠനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് ഈ RSSകാര്, സംഘപരിവാരുകാര് അംഗീകരിക്കുന്ന സ്വാമികളും അംഗീകരിക്കാത്ത സ്വാമികളും എന്നിട്ട് 2 വിധത്തിലുള്ള സ്വാമികളുണ്ട് കേട്ടോ. ഇവരുടെ എല്ലാ കുരുത്തങ്ങളും അംഗീകരിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ നല്ല സ്വാമിമാരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ, നമ്മുടെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഒരാളെ ജീവനോടെ കുഴിച്ചിടുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അങ്ങനത്തെ ആ ഒരു സമാധിയുടെ സമയത്ത് അന്ന് അവിടെ ബന്ധപ്പെട്ട സന്യാസിമാരൊക്കെ ഈ സംഘപരിവാര് അംഗീകരിക്കുന്ന സന്യാസിമാരാണ്. എന്നാൽ ശിവഗിരി മഠത്തിലെ ഈ യഥാർത്ഥ സന്യാസിമാരെയൊന്നും ഈ RSSകാര് അല്ലെങ്കിൽ സംഘപരിവാര് അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഗുരു നിത്യ ചൈതന്യതി അങ്ങനെയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നും ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്നത് ആ ഒരു വിശ്വാസത്തെയാണ്. മാമൂലുകളെ, അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ ഈ രാജ്യത്ത് ദൂരീകരിക്കുവാൻ ശ്രീനാരായണ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും ശ്രീനാരായണ ഗുരുദേവന്റെ തിരുനാമധേയത്തിൽ, ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഉണർന്നു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അടിപൊളി. ശ്രീനാരായണ ഗുരു ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, അതുവരെ കേരളത്തിൽ നിലനിന്നിരുന്ന എല്ലാ മാമൂലുകളെയും തകർത്തെറിഞ്ഞ ഒരാളായിരുന്നു.
അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ കുറെ ഇപ്പൊ പറയുന്ന കുറെ സംഘപരിവാര ശക്തികളൊക്കെ അന്നുണ്ടാവുമല്ലോ, തീവ്ര ഹിന്ദുത്വ ആളുകളൊക്കെ അന്ന് ശ്രീനാരായണ ഗുരുവിനൊക്കെ നന്നായിട്ട് എതിർത്തിട്ടുണ്ട്. ഇപ്പൊ ഇവര് ഒപ്പം കൊണ്ടു നടക്കുന്നുണ്ട്, ഹിന്ദു സന്യാസം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇപ്പൊ ഇദ്ദേഹത്തൊക്കെ ഒപ്പം കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇവർ എതിർത്തുന്ന ആളുകളായിരുന്നു ഇവരെല്ലാം നടത്താം. ഏതൊരു ക്ഷേത്രമായാലും നമ്മളൊക്കെ ഒരു അഭിപ്രായം ചോദിച്ചാൽ അവിടെ ആര് കയറിയത് നമുക്കൊക്കെ കണക്കന്നെയാണ്. സ്ത്രീകൾ കയറിക്കോട്ടെ, എന്തായാലും ജനാധിപത്യപരമായിട്ട് അവിടെ കയറേണ്ടതൊക്കെ തന്നെയാണ്, അത് അംഗീകരിക്കേണ്ടതാണ്. കാലക്രമേണ അവിടെയൊക്കെ മാറ്റം വരുമെന്ന് എനിക്ക് വിചാരിക്കുന്നത്. എന്തായാലും സ്വാമി തുടക്കത്തിലെ പറയുന്നത് ശബരിമലയിൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തില് ഒരു സ്ത്രീ കയറിയിട്ട് ഒന്ന് കാല് കഴുകിയതിന്റെ ഭാഗമായിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് അവിടെ പുണ്യാഹ പ്രവൃത്തിയൊക്കെ നടത്തിയായിരുന്നു. ഇമാതിരി കുരുത്തക്കെട്ടൊക്കെ നിർത്തണം എന്നാണ് പറയുന്നത്. അതായത് പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക്, ആ പഴയ വരേണ്യ കാലഘട്ടത്തിലേക്ക്, തൊട്ടുകൂടായ്മ കാലഘട്ടത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകരുതെന്നാണ്. തീർച്ചയായിട്ടും പുരോഗമനപരമായി മാത്രം ചിന്തിക്കേണ്ട ശ്രീനാരായണ ഗുരുവിന്റെ ബാക്കി തലമുറയിൽപ്പെടുന്ന ഇത്തരം ആളുകളൊക്കെ, ഇത്തരം സന്യാസിമാരൊക്കെ പറയുന്നത് 100% ശരി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ഇതിനെ അംഗീകരിക്കുന്ന വലിയ പിടുത്തമൊന്നുമില്ല. ശശികല ടീച്ചർ അഭിപ്രായങ്ങളൊന്നും വന്നില്ല, വന്നിട്ട് നമുക്ക് കാണാം. ബൈ.